ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ധൻതെരസ് ദിനം ആചരിച്ചത് എങ്ങനെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ധൻതെരസ് ദിനം എന്നത് എനിക്ക് അപരിചിതമാണ്. നമുക്ക് കേരളത്തിലൊന്നും ഇത് അത്ര പരിചിതമൊന്നും അല്ല അല്ലേ? അപ്പോൾ നോർത്തിലും സൗത്തിലൊക്കെ ആചരിക്കുന്നതാണ്. എന്താണ് ധൻതെരസ് ദിനം എന്ന് പറഞ്ഞാൽ ലഘുവായിട്ട് പറയാം. എനിക്ക് മനസ്സിലായ രീതിയിൽ നമ്മൾ ദീപാവലിയുടെ ആരംഭ ദിവസം എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മൾ അതിൽ ഹിന്ദു ചാന്ദ്ര കലണ്ടറിൽ 13-ാം ദിവസം ത്രയോദശി ആ ദിവസമാണ് നമ്മൾ ധൻതെരസ് ദിനം ആഘോഷിക്കുന്നത്. അപ്പോൾ ഈ ധൻതെരസ് ദിനം നമ്മൾ ആചരിക്കുന്നത് എന്ന് വെച്ചാൽ ലക്ഷ്മിയെയും ധന്വന്തരിയെയും കുബേരനെയൊക്കെ ആകർഷിക്കാനാണ്. അപ്പോൾ നമ്മളിൽ ആരോഗ്യവും സമ്പത്തും ഉണ്ടാവുക എന്നത് രീതിയിലാണ് നമ്മൾ അത് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അറിയുന്ന രീതിയിൽ ഞാൻ കുറച്ച് വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോകളൊക്കെ കണ്ടത് വെച്ച് എനിക്ക് ലഭ്യമായ വസ്തുക്കളൊക്കെ വെച്ചിട്ട് ചെറിയ രീതിയിൽ ഞാനൊന്ന് ആദ്യമായിട്ടാണ് എൻ്റെ പുതിയ വീട്ടിൽ ഈ ലക്ഷ്മി കുബേര പൂജ, ധന്വന്തരി പൂജ നടത്തിയത്. ചിലയിടങ്ങളിൽ ലക്ഷ്മി കുബേര പൂജ എന്ന് പറയുന്നുണ്ട്, ചിലത്ത് ലക്ഷ്മി ധന്വന്തരി പൂജ എന്ന് പറയുന്നു. അപ്പോൾ ഇത് ഞാൻ ചെയ്തത്. അപ്പോൾ ഇന്ന് ഈ ദിവസം രാവിലെ തന്നെ വീടൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി, എല്ലാ മുക്കും മൂലയൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞു. എന്നിട്ട് നന്നായിട്ടൊക്കെ വൃത്തിയാക്കി അതിന് ശേഷം വീട്ടിലേക്ക്, അതായത് ഇന്ന് 12 മുതൽ 4 മണി വരെയുള്ള സമയങ്ങളിൽ വീട്ടിലേക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ കൊണ്ടുവരണം. അതെന്ന് വെച്ചാൽ മഞ്ഞൾ, കുങ്കുമം, കവടി രാശിയൊക്കെ വെക്കില്ലേ, ആ കവടി, പിന്നെ ചൂല്, ഉപ്പ്, ഇത്ര സാധനങ്ങളൊക്കെയാണ് നമ്മൾ പൂവ്, വെറ്റില, അടക്ക, ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഇതിന് വേണ്ടത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇത്തരം സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. സന്ധ്യയാകുമ്പോൾ വിളക്ക് വെച്ചതിന് ശേഷം ലക്ഷ്മിയുടെയും സരസ്വതിയുടെയും വിഘ്നേശ്വരൻ്റെയും കുബേരൻ്റെയും ഒക്കെ വിഗ്രഹം വെച്ചു. അതിനു മുന്നേ ഞാൻ കുറച്ച് മുറുക്കുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ലഡു ഉണ്ടായിരുന്നു. അത് രണ്ടും ഞാൻ അടുത്ത് ദൈവത്തിന് വെച്ചു, നിവേദിച്ചു. പിന്നെ വിളക്ക് കത്തിച്ചു, ചിരാത് കത്തിച്ചു. പിന്നെ ഇത്രയും സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ദൈവങ്ങളെ പ്രാർത്ഥിച്ചു. സമ്പത്തും സമൃദ്ധിയും ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആരോഗ്യം പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. പിന്നെ ലക്ഷ്മി പ്രാർത്ഥന 108 തവണയും, ലക്ഷ്മി പിന്നീട് നമ്മൾ ധന്വന്തരി മന്ത്രവും, പിന്നെ വിഘ്നേശ്വരനെയും പിന്നെ കുബേരനെയും ഒക്കെ പ്രാർത്ഥിച്ചു. അതിനുശേഷം നമ്മൾ പക്ഷേ എന്തായാലും ഒരു വല്ലാത്തൊരു നല്ല ഫീലിംഗ് ആണ്. എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ ചെയ്തത്. എനിക്കും അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം മോനുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അവനും പറഞ്ഞു നല്ലൊരു ഫീലായിരുന്നു. അപ്പോൾ അടുത്ത വർഷം തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു പൂജ ചെയ്ത് നോക്കുക. താങ്ക് യു.